ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ചൂട് കട്ടിനൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് കേട്ടോ. പച്ചരി നന്നായിട്ട് കുതിർത്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അതിപ്പോൾ നമുക്കൊരു 5-6 മണിക്കൂർ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്താൻ വെക്കാം. അപ്പോൾ നമ്മളുടെ പച്ചരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണ്ടത് നന്നായി സോഫ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഒരു തവി ചോറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ 2 തവി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരിക്ക് 2 തവി ചോറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരി ആണെന്നുണ്ടെങ്കിൽ 1 തവി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇതിലോട്ട് ശർക്കരപ്പാനി വേണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതിൽ അരക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ചേർക്കരുത്. ഇതുപോലെയാണ് നമ്മളുടെ ഈ ഒരു ബാറ്റർ കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ ശർക്കരപ്പാനി ചൂടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടിത് നന്നായി അരച്ചതിന് ശേഷം മാത്രമാണ് 2 ടീസ്പൂൺ ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മിക്സ് അരച്ചെടുക്കുന്ന ഒരു സമയത്ത് പച്ചരിയിൽ നമ്മൾ വെള്ളം ഒട്ടും കൂടി പോവരുത് കേട്ടോ. ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് തിക്കായിട്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കിട്ടണം. ഇനി നമുക്ക് ഇതിലോട്ടൊരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒഴിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കുക. കട്ട കെട്ടാതെ തന്നെ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്തിട്ട് കൊടുക്കുക. കുറച്ച് ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ കട്ട കെട്ടാതെ തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട്. അഥവാ കട്ട കെട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ബാറ്റർ എടുക്കേണ്ടത്. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഈ പാനൊന്ന് ചൂടാക്കിയിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നെയ്യിലേറെ ടേസ്റ്റ് വരുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഓയിൽ ഒരിക്കലും എടുക്കരുത് കേട്ടോ. ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് നിരണ്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ചെറിയ ഒരു ചൂട് തന്നെ നമ്മളുടെ ബാറ്ററും കൂടി ഒഴിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു ചൂടിൽ തന്നെ നമ്മളുടെ ബാറ്റർ ഒഴിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ വലിയ ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായി ഒഴിച്ചിട്ട് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ പകുതിയാക്കിയിട്ട് 2 തവണ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി നമ്മളിതിന് മുകളിലായിട്ട് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 30 മിനിറ്റാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് കുത്തിയിട്ട് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചിട്ട് വെക്കാം. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്കത് കമഴ്ത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേ കണ്ട് ഒട്ടും തന്നെ കരഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അടുക്കി പിടിച്ചിട്ടുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചൂടോട് കൂടിയായിട്ട് തന്നെ ഇത് പിടിക്കാനായിട്ട് കൈ നല്ല ചൂടുണ്ട് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റിൽ എന്താ പറയുക, ഒരു തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ചിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.